Hello everyone. എങ്ങനെ ഓൺലൈനിലൂടെ കാശ് ഉണ്ടാക്കാം? യൂട്യൂബിൽ തന്നെ ഇതിനെക്കുറിച്ച് ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസിൽ ഭൂരിഭാഗം ഒരു വ്യൂസ് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ മാത്രം ക്രിയേറ്റ് ചെയ്തതാണ്. എങ്ങനെ ഓൺലൈനിലൂടെ കാശ് ഉണ്ടാക്കണം എന്നുള്ള ക്ലാരിറ്റി ഉള്ള വീഡിയോസ് വളരെ കുറവാണ്. ഈ വീഡിയോ അങ്ങനെയുള്ള ഒരു വീഡിയോ ആയിരിക്കില്ല എന്ന് ഞാൻ ഉറപ്പുവരുന്നു. ഓൺലൈനിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, ഇനി അതല്ലെങ്കിൽ ഓൺലൈനിലൂടെ എങ്ങനെ ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ള വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയുടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓൺലൈനിലൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാശ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം. അതായത് ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ് സെല് ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ എന്തെങ്കിലും സർവീസ് കൊടുക്കുക വേണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യാം, അത് എങ്ങനെ ഗ്രോ ചെയ്യിപ്പിക്കാം, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ റവന്യൂ കൊണ്ടുവരാം എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. മൈ നെയിം ഈസ് സംജിത്ത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യുക എന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 3 പാർട്ടായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ട് ടു സെൽ എന്നാണ്. അതായത് ഓൺലൈൻ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റാണ് സെല് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് സർവീസാണ് സെല് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തത് ഹൗ ടു സെൽ, അതായത് എങ്ങനെ സെല് ചെയ്യണം, എങ്ങനെ അതിനെ മാർക്കറ്റിംഗ് ചെയ്യണം, എങ്ങനെ അതിനെ സെയിൽസ് കൊണ്ടുവരണം എന്നുള്ളതാണ് രണ്ടാമത്തെ പാർട്ടിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ പാർട്ടിൽ ഈ ബിസിനസ് ഗ്രോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഒന്നാമത്തെ പാർട്ടിൽ തന്നെ തുടങ്ങാം. ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ എന്ത് സെല് ചെയ്യണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് സാധാരണയായിട്ട് സെല് ചെയ്യാനുള്ളത് 2 കാര്യങ്ങളാണ്. അത് പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു സർവീസ് ആയിരിക്കാം. ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, കാരണം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി അതിനെ സെല്ല് ചെയ്യാണ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞ രീതിയിൽ പ്രൊഡക്റ്റ് ഇല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ട് സെല്ല് ചെയ്യുന്ന രീതിയുണ്ട്. ഇവിടെ ഞാൻ എങ്ങനെ നിങ്ങൾ പ്രൊഡക്റ്റ് ബൾക്കായിട്ട് വാങ്ങി വെക്കാതെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞുകൊണ്ട് എങ്ങനെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ മെത്തേഡാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിൽ നിരവധി പേര് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഡ്രോപ്പ് ഷിപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ വെബ്സൈറ്റിൽ നിങ്ങൾ നല്ല പ്രൊഡക്റ്റിനെ കണ്ടുപിടിച്ച് അതിൽ ലിസ്റ്റ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഈ പ്രൊഡക്റ്റിനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു. അത് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് ആണ്, ഇങ്ങനെ പല രീതിയിൽ ഓൺലൈൻ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു. നാലാമത് അതിന് നിങ്ങൾക്കൊരു ഓർഡർ കിട്ടുന്നു. ഈ ഓർഡർ കിട്ടുന്ന സമയത്ത് നിങ്ങളത് ആ ഇൻഫർമേഷൻ നിങ്ങളുടെ സപ്ലയറിലേക്ക് പാസ് ചെയ്യുന്നു. ആ സപ്ലയർ നിങ്ങൾക്ക് വേണ്ടി അതിനെ പാക്ക് ചെയ്ത് അത് നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഒരു വെബ്സൈറ്റും, ആ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് അതിന് മാർക്കറ്റ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ ടൈപ്പ് ആയിട്ടുള്ള സപ്ലയർ ആണ്. ഈ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വെബ്സൈറ്റ് വേണം. അതുകൂടാതെ ഈ വെബ്സൈറ്റിലൂടെ പ്രോഡക്റ്റുകളെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും വേണം. എന്നിരുന്നാൽ നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങി വെക്കേണ്ട അല്ലെങ്കിൽ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് പൊതുവെ ഇൻവെസ്റ്റ്മെന്റ് കുറവായിരിക്കും. രണ്ടാമത്തെ ബിസിനസ്സാണ് റീസെല്ലിംഗ്. റീസെല്ലിംഗ് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ നിരവധി പേര് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളൊക്കെ വളരെ നല്ല രീതിയിൽ റീസെല്ല് ചെയ്യുന്നുണ്ട്. ഓൺലൈനിൽ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നത് ഏകദേശം ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസിന്റെ മോഡൽ തന്നെയാണ്. എന്നാൽ ഇവിടെയുള്ള മാറ്റം, സപ്ലയർ അല്ല പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത്. ഈ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾ തന്നെ കുറഞ്ഞ രീതിയിലെ പ്രോഡക്റ്റുകൾ വാങ്ങി അത് അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിലൂടെ റീസെല്ലിംഗ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഉദാഹരണമായിട്ട് ഒരു ഡ്രസ്സ് ആണെന്ന് വിചാരിക്കും. ഈ ഡ്രസ്സിന്റെ സപ്ലയർ ആയിട്ട് നിങ്ങൾ നെഗോഷിയേറ്റ്, നിങ്ങൾക്ക് പറ്റുന്ന ഒരു മാർജിനിൽ നിങ്ങൾ ഈ ഡ്രസ്സ് വാങ്ങുക. എന്നിട്ട് സോഷ്യൽ മീഡിയാസ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും നിങ്ങൾ ഈ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ നിന്നും വരുന്ന ഓർഡറിന് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പ്രൊഡക്റ്റുകൾ സെല് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങളൊരു മിനിമം സ്റ്റോക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ വരുന്ന സമയത്ത് സപ്ലൈയുടെ അടുത്ത് പോയി നിങ്ങൾ ആ സാധനം വാങ്ങി നിങ്ങളുടെ കസ്റ്റമറിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്ത്യയിൽ ഇന്ന് ഓൺലൈൻ വഴി റീസെല് ചെയ്യുന്ന നിരവധി പേരാണുള്ളത്. ഇനി മൂന്നാമത്തെ മെത്തേഡ്, നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ആമസോണോ ഫ്ലിപ്കാർട്ടോ അല്ലെങ്കിൽ മിൻട്ര പോലുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതുപോലുള്ള ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് ഇതിനെ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ഒരു ബ്രാൻഡാക്കി മാറ്റുന്ന ഒരു ബിസിനസ്സാണ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന് വളരെ നല്ല രീതിയിലെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ടാകും. ഒരു വെബ്സൈറ്റ് ചെയ്യാൻ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളൂ. എന്നാൽ ഇത് മാർക്കറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഈ പറഞ്ഞ മോഡലിലെല്ലാം കൂടുതലായിട്ട് നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് സെല് ചെയ്യുന്നത്. ഇനി ഇതുകൂടാതെ നാലാമതായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങൾക്കറിയാവുന്ന ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലും ഒരു കോഴ്സ് ബിൽഡ് ചെയ്ത് ആ കോഴ്സിനെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റി അത് കസ്റ്റമറിലേക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന കുറേ പേരൊക്കെ അവരുടെ ആയിട്ടുള്ള കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത്
അത് ഓൺലൈനിലൂടെ സെല് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ അവരുടെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിരവധി മേഖലകളാണുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു കോഴ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ബുക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ആപ്പ് ആയിരിക്കാം, ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുവരെ നമ്മൾ എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുക എന്നുള്ള പറഞ്ഞത്. ഇനി ഓൺലൈനിലൂടെ എങ്ങനെ സർവീസ് സെല് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓൺലൈനിലൂടെ സർവീസ് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവീസ് കൊടുക്കാനുള്ള നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സർവീസ് ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് സർവീസ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റാരുടെയും സർവീസ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തെ മോഡൽ എന്നുള്ളത് ഡ്രോപ്പ് സർവീസിംഗ് ആണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് സർവീസിംഗ്, അതായത് നിങ്ങളുടെ കയ്യിൽ സർവീസ് ഇല്ല, മറ്റൊരാളുടെ കയ്യിലുള്ള സർവീസിനെ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് അവയെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ സർവീസ് നിങ്ങൾക്ക് മറ്റുള്ള കസ്റ്റമേഴ്സിലേക്ക് വിൽക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നിരവധി ഡെവലപ്പേഴ്സ് ആണുള്ളത്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആണുള്ളത്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോഡ് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ പ്ലാറ്റ്ഫോം വഴി US-ലോ യൂറോപ്പിലൊക്കെയുള്ള കസ്റ്റമേഴ്സിലേക്ക് സെല് ചെയ്യുന്നുണ്ട്. വളരെ ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. നിങ്ങൾക്ക് ഇതുപോലെ ആളുകൾക്ക് ആവശ്യമുള്ള സർവീസ് കണ്ടെത്തി അതിനെ ഓൺലൈനിലൂടെ പ്രൊമോട്ട് ചെയ്ത് ഡ്രോപ്പ് സർവീസ് എന്നുള്ള ബിസിനസ് റൺ ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളൊരു കമ്പനിയുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെയോ നമ്മുടെ ഒരു മാർക്കറ്റിംഗിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതിലൂടെ നമുക്കൊരു കമ്മീഷൻ നേടാവുന്നതാണ്. ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടെന്ന് തന്നെ പറയാം. നിലവിൽ ഇങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന നിരവധി വെബ്സൈറ്റുകളാണ് ഇന്റർനെറ്റ് തന്നെ ഉള്ളത്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് ഡയറക്റ്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു ഡിസൈനർ ആണോ, അല്ലെങ്കിൽ നിങ്ങളൊരു ഡെവലപ്പർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൺസൾട്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ മറ്റാരുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സർവീസിനെ സെല് ചെയ്യാവുന്നതാണ്. ഇതുവരെ നമ്മൾ ഓൺലൈനിലൂടെ എന്താണ് സെല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതായത് പ്രൊഡക്റ്റ് സെല് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സെല് ചെയ്യണം, അതുപോലെ സർവീസ് സെല് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ സെല് ചെയ്യണം എന്നൊക്കെ പഠിച്ചു. ഈ ഒരു മെത്തേഡിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഒരു ആപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ മൾട്ടിപ്പിൾ ടൈമും സെല്ല് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ലാഭകരം ഉണ്ടാക്കുന്ന ബിസിനസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം, എങ്ങനെ സെല്ല് ചെയ്യണം എന്നുള്ളത്. നമ്മൾ സെല്ല് ചെയ്യേണ്ട പ്രോഡക്റ്റ് എന്താണ് കണ്ടുപിടിച്ചു, ഇനി ഇതിനെ എങ്ങനെ സെയിൽ ചെയ്യണം, ഇതിനെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളതാണ്. പ്രധാനമായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളുടെ സെയിൽസിനെ സെറ്റ് ചെയ്ത് വെക്കണം. സെയിൽസിനെ സെറ്റ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ കുറേ ആളുകൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. എന്നാൽ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ സെയിൽസ് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചെയ്ത മാർക്കറ്റിംഗ് ഒക്കെ വേസ്റ്റ് ആണ്. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സെയിൽസ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ സെയിൽസ് സെറ്റ് ചെയ്യേണ്ടത്? സെയിൽസ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെ കസ്റ്റമർ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് അറിയണം, എന്താണ് അവർക്ക് വേണ്ടത്, പിന്നെ എങ്ങനെയാണ് അവരെ കൺവേർട്ട് ചെയ്യേണ്ടത്, അവരെ കൊണ്ട് എങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കണം എന്നുള്ള ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മാർക്കറ്റിംഗ് വളരെ ഈസിയാണ്. നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ സെയിൽസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കസ്റ്റമേഴ്സ് വരുന്നത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അയക്കുന്ന ഇമെയിൽ വഴിയാണോ, നിങ്ങൾ അയക്കുന്ന വാട്സപ്പ് വഴിയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് വഴിയാണോ, ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണോ, ഇങ്ങനെ ഏത് വഴിയാണ് കസ്റ്റമേഴ്സ് വരുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. ഈ എത്തിയ കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിലെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ നല്ല രീതിയിൽ ലിസ്റ്റ് ചെയ്ത് വെക്കുക. അവർക്ക് ആവശ്യമുള്ള കാറ്റഗറികളും അവർക്ക് ആവശ്യമുള്ള സൈസും വളരെ കൃത്യമായിട്ട് അവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെ വന്ന് ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത ആൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കൊടുക്കുന്ന രീതിയിൽ അവരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വാട്സപ്പ് വഴിയുള്ള ഓർഡറിന് മാനേജ് ചെയ്യുന്ന ഒരു രീതിയാണ്. വെബ്സൈറ്റ് വഴിയുള്ളത് വേറെ രീതിയിലാണ്. ഇനി അതല്ല നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ ഒരു ഫോൺ കോൾ വഴി ഡീൽ ചെയ്യുന്നത് വേറെ രീതിയിലാണ് വരുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഒരു സിമ്പിളായിട്ട് ഒരു ചെറിയ റീസെലറി ഒരു ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്താൽ, ഒന്നെങ്കിൽ അവർക്കൊരു ഇൻസ്റ്റാഗ്രാമെന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കെന്നോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് വഴിയോ ഒരു എൻക്വയറി വരുന്നു. ഈ എൻക്വയറി വരുന്ന സമയത്ത് നിങ്ങൾ അവരായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. അവരിലേക്ക് അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റുകളും ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു. അതിൽ അവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫൈനലി ചിലപ്പോൾ അവർ സെലക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവർക്കൊരു ബോണസോ അല്ലെങ്കിൽ ഒരു ഓഫറോ കൊടുത്തിട്ട് അവരെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ള രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിന് റിലേറ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ വീഡിയോ ആവാം, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോസ് ആകാം, അല്ലെങ്കിൽ ഇമേജസ് ആകാം, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഒരു കഥ പോലെ എഴുതിയതൊക്കെ ഒരു സ്റ്റോറി ആയിരിക്കാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കോണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ്
ഉള്ള സ്ഥലത്തേക്ക് ഇതിനെ എത്തിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടെയാണ് ഉണ്ടാവുക? സാധാരണയായിട്ട് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിലാണ് ഉണ്ടാവുക. ഇവിടെ നിരവധി പേരാണുള്ളത്. എന്നാൽ നിങ്ങളുടെ കാറ്റഗറി, നിങ്ങളുടെ പ്രോഡക്റ്റ് ആവശ്യമില്ല, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. അവിടെയൊക്കെ കറക്റ്റായിട്ട് ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയ്ഡ് പ്രൊമോഷൻ വഴി ഫേസ്ബുക്കിനോ ഇൻസ്റ്റാഗ്രാമിനോ ഒക്കെ നിങ്ങൾക്ക് കാശ് കൊടുത്തിട്ട് നിങ്ങളുടെ പോസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിനെ, നിങ്ങളുടെ കോണ്ടന്റിനെ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ യൂട്യൂബിനും അല്ലെങ്കിൽ ഫേസ്ബുക്കിനൊക്കെ തന്നെ നമ്മൾ കാശ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് മാർക്കറ്റിങ്ങിൽ കോണ്ടന്റിനാണ് മുഖ്യം. നിങ്ങളുണ്ടാക്കുന്ന കോണ്ടന്റ് എത്രത്തോളം ക്ലാരിറ്റി ഉള്ളതാണോ അല്ലെങ്കിൽ എത്രത്തോളം വൈറലാക്കാൻ പറ്റുമോ അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ കൂടുതൽ സെയിൽസും ഉണ്ടാക്കാൻ പറ്റുന്നത്. പെയ്ഡ് പ്രൊമോഷൻ നിങ്ങൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള കമ്പനികൾക്ക് കാശ് കൊടുത്തിട്ടാണല്ലോ. ഇതുകൂടാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വളരെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അവരായിട്ട് ടൈപ്പ് ആയിട്ട് അവർക്കൊരു നിശ്ചിത എമൗണ്ട് കൊടുത്ത് അവർ വഴി നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ സെല് ചെയ്യാൻ പറ്റുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ ഇൻഫ്ലുവൻസേഴ്സിന് അവരുടെ പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ടാവും. ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ടാവും. അവർ ചൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അവരുടെ ഫോളോവേഴ്സും ചൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. സാധാരണ എല്ലാവരും ബൾക്കായിട്ട് ഒരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആയി എന്നുള്ളതാണ്. അങ്ങനെയല്ല, വളരെ സ്ട്രാറ്റജിക്കലി നിങ്ങൾ ഈ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. എന്തൊക്കെ ടൂൾസ് ആണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്കറിയാം ഓൺലൈനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് കോണ്ടന്റ് ആണ്. അപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിലും ഒരു ഡിസൈനിങ് സോഫ്റ്റ്വെയർ അറിഞ്ഞിരിക്കണം. ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ എന്നുള്ളത്. ക്യാൻവ എന്നുള്ള സോഫ്റ്റ്വെയർ ഫ്രീ ആണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അതുപോലെ തന്നെ വീഡിയോ കോണ്ടന്റുകൾ ആവശ്യമുണ്ടാകും. വീഡിയോ കണ്ടന്റുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർ ഡയറക്റ്റ് എന്നുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മൊബൈലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കൈൻ മാസ്റ്റർ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിസൈനറെ അല്ലെങ്കിൽ എഡിറ്ററെ നിങ്ങൾക്ക് ഹയർ ചെയ്യാവുന്നതാണ്. ഈ ഹയർ ചെയ്യാൻ വേണ്ടി ഒന്നിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഹയർ ചെയ്യാൻ പറ്റുന്നത് ഫൈവർ, അതുപോലെ അപ്വർക്ക് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഹയർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഇതിൽ സോഷ്യൽ മീഡിയ തന്നെ പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഡിസൈനേഴ്സ്, ഫ്രീലാൻസ് ഡിസൈനേഴ്സ് ഉണ്ട്. അവരുമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ടൂളുകൾ വേണ്ടി നമുക്ക് കസ്റ്റമറിനായിട്ട് കണക്ട് ചെയ്യണം, അതുപോലെ നമ്മൾ സപ്ലയേഴ്സിനായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് CRM എന്നുള്ള സോഫ്റ്റ്വെയർ ആണ്. നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ രീതിയിൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്താൽ മതി. CRM വെച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാബേസ് മാനേജ് ചെയ്യാനും അവരെ നിരന്തരം ഫോളോ അപ്പ് ചെയ്യാനും അവരായിട്ട് സ്ഥിരമായിട്ട് ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താനും നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ സപ്ലയേഴ്സിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലയേഴ്സിൻ്റെ നിരവധി വെബ്സൈറ്റുകളുണ്ട്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് വേണ്ടി ടൂളുകളാണ്. ഫേസ്ബുക്ക് വഴി മാർക്കറ്റിംഗ് പഠിക്കണമെങ്കിൽ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ ഇൻസ്റ്റാഗ്രാം മാർക്കറ്റിംഗ് നിങ്ങൾ പഠിച്ചിരിക്കണം. വാട്സപ്പ് വഴി ബൾക്കായിട്ട് SMS ചെയ്യുന്നതിന് വാട്സപ്പിൻ്റെ API എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ടൂൾസൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഓൺലൈനിലൂടെ ബിസിനസ് ചെയ്യാനുള്ള 3 പാർട്ടികളെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് ഓൺലൈനിലൂടെ എന്തായാലും വളർന്നിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇനി പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ചാലഞ്ചസ് വരും. ഈ ചാലഞ്ചസിനുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ സൊല്യൂഷനൊന്നും ഓൺലൈനിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഈ ചാലഞ്ചസിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി വരുമ്പോഴാണ് നിങ്ങളൊരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബിസിനസ്മാനായി മാറുക. രണ്ടാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഓൺലൈനിലൂടെ ബിസിനസ് വളർത്തിയെടുക്കുമ്പോൾ ഇത് സമയമെടുക്കുന്ന ബിസിനസ്സാണ്. എന്തായാലും 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നടക്കാൻ പോകുന്ന കാര്യമല്ല. മിനിമം 6 മാസം മുതൽ 1 വർഷം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടാലാണ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഒരു റവന്യൂ വരുത്താൻ പറ്റുള്ളൂ. ഒരു 3 മാസം ആകുമ്പോഴേക്കും നിങ്ങൾക്കൊരു ട്രാക്ഷൻ, അതായത് നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഒരു കസ്റ്റമേഴ്സ് വർദ്ധിക്കുള്ളൂ, നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഐഡിയകളെ കൂടുതൽ ഐഡിയകൾ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു നല്ല ഐഡിയ അല്ലെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റിനെ കണ്ടുപിടിച്ച് അതിൽ വർക്കൗട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ സജഷൻസുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാവുന്ന വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.